ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം 1 തെസ്സലോനിക്കരെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആർ ആകുന്നു? നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പ്രശംസാ കിരീടത്തെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇവിടെ തെസ്സലോനിക്ക സഭയോട് എഴുതുകയാണ് ചെയ്യുന്നത്. ഈ പ്രശംസാ കിരീടം ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് ഈ കിരീടം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവർ അംഫിപൊലിസിലും അപ്പൊലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം അവർ, അതായത് പൗലോസും ശീലാസും ഒക്കെ അംഫിപൊലിസിലും അപ്പൊലോനിക്കയിലും കൂടി കടന്ന് അവർ തെസ്സലോനിക്കയിൽ എത്തുവാനായിടയായി തീർന്നു എന്ന് കാണുന്നുണ്ട്. അവിടെ അവർ തെസ്സലോനിക്കയിൽ വന്ന ശേഷമാണ് അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ കടന്നു ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. കർത്താവായ യേശുക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും വേണം. സ്തോത്രം. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് അവരെ തെളിയിച്ചു. ശക്തമായിട്ട് അവരോട് സുവിശേഷം, അതിൻ്റെ മർമ്മങ്ങളെ പ്രാഗൽഭ്യത്തോടെ പൗലോസ് അവിടെ പ്രസംഗിപ്പാനായിടയായിത്തീർന്നു. അവിടെ ഗ്രീക്കുകാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും പൗലോസ് പ്രസംഗിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ അവർ വിശ്വസിച്ചു. പൗലോസിനോടും ശീലാസിനോടും അവർ ചേർന്നു എന്ന് കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിപ്പാനല്ല പാപികളെ രക്ഷിപ്പാനായിട്ടാണ് കടന്നു വന്നത് എന്നുള്ളതും, കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുകയും ആ കർത്താവായ യേശു വീണ്ടും തൻ്റെ മക്കളെ ചേർപ്പാനായിട്ട് വരുമെന്നുള്ള ആ സുവിശേഷം, സത്യവചനം അവരോട് പറഞ്ഞപ്പോൾ അവർ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാനായിടയായി തീർന്നു. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തുനിന്ന് വരുന്നത് കാത്തിരിപ്പാനും
നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അപ്പോൾ അവരുടേതായ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇവിടെ പൗലോസ് പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസും ശീലാസും തെസ്സലോനിക്കയിലെത്തി. അവിടെ 3 ശബ്ബത്തിൽ അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ കടന്നു ചെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിപ്പാനായി ഇടയായി തീർന്നു. അങ്ങനെ ഒരു കൂട്ടർ പൗലോസിനോടും ശീലാസിനോടും അവരോടൊക്കെ ചേർന്ന് നിൽപ്പാനായി ഇടയായി തീർന്നു. അങ്ങനെയാണ് അവിടെ ഒരു സഭ പെട്ടെന്ന് തെസ്സലോനിക്കയിൽ രൂപം കൊള്ളുവാനായി ഇടയായി തീർന്നത്. സ്തോത്രം. ചിലപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അനേക മാസങ്ങൾ, അനേക വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ചില സ്ഥലങ്ങളിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. നിരവധി മാസങ്ങൾ, ചിലപ്പോൾ ചില വർഷങ്ങൾ ഒരു പ്രദേശത്തെ കടന്നു ചെന്ന് ട്രാക്റ്റ് കൊടുക്കുകയും സുവിശേഷം പറയുകയും ഭവനങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ആ ഭാഗത്തു നിന്ന് ചില വ്യക്തികൾ രക്ഷയിലേക്ക് കടന്നു വരികയുള്ളൂ. ചിലപ്പോൾ ഒരു പുതിയ സഭ അവിടെ രൂപപ്പെട്ടു എന്ന് വരാം. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ, അതിൻ്റെ 1-2 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നതായും നാം കാണുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ അന്ത്രയാസ് പത്രോസിനെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായും ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായും നാം കാണുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ, ആമേൻ, ലോകവ്യാപകമായിട്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ പല നിലകളിലുള്ള പാപങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കേവർക്കും അറിയാവുന്നുള്ള സത്യമാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലേക്ക് ലഹരികൾ എല്ലാം കൊണ്ടെത്തിച്ച് ഇന്ന് കുഞ്ഞുങ്ങൾ, നിരവധി കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട, അവർ പാപത്തിന് അടിമപ്പെട്ട, കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയുന്നതും നിലവിളിക്കുന്നതും, സ്തോത്രം, അനേക കുടുംബങ്ങളിലെ ഗൃഹനാഥൻ അവരും ഇപ്രകാരമുള്ള മദ്യപാനത്തിനായിട്ടും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് പാപത്തിൽ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ആകയാൽ പല തരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ദേശത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യങ്ങളിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നാം പാപികളെ തേടി അവരുടെ അടുക്കലേക്ക് അടുത്ത് ചെന്നുകൊണ്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കുടുംബങ്ങളിൽ കണ്ണുനീരോടെ നിലവിളിയോടുകൂടി ആയിരിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പറയേണ്ടതും, ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സമാധാനം, സന്തോഷം, നിത്യജീവനെക്കുറിച്ച് നാം പറഞ്ഞ് അനേകരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ളവരെ, നാമും പാപികളെ നേടുകയാണെങ്കിൽ, പാപികളെ രക്ഷയിലേക്ക് നാം കൊണ്ടുവരികയാണെങ്കിൽ, ഹല്ലേലൂയ, ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ കർത്താവ് നമുക്കും പ്രശംസാ കിരീടം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം. ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ,
ആരും നശിച്ചു പോകുവാൻ ഇടവരാതെ വണ്ണം നമ്മിലൂടെ മറ്റുള്ളവരോട് ഈ സദ്വർത്തമാനം, ഈ ഗുഡ് ന്യൂസ് നാം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി രക്ഷയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കർത്താവ് ഈ പ്രശംസാ കിരീടം തരിക തന്നെ ചെയ്യും. ഇതിലേക്ക് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സൃഷ്ടായുസും അങ്ങ് തന്നിരിക്കുന്നതായ കൃപകളെയും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ആമേൻ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് സമാധാനം അവരിലേക്ക് കൊണ്ടു ചെല്ലുവാൻ, സമാധാനത്തിൻ്റെ സുവിശേഷം പറഞ്ഞ് അവരെ കൂടി നിത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.